കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നല്ല അടിപൊളി ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആയിട്ടൊന്ന് വന്നേക്കണം. സൂപ്പർ ഫേസ് പാക്കാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ ട്രൈ ചെയ്ത് നോക്കിയതേ ഉള്ളൂ. എന്നൊക്കെ നല്ല സ്കിന്നൊക്കെ നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, അതിനൊപ്പം തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളിത് ഗ്ലിസറിൻ ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആകും. പിന്നെ ഗ്ലിസറിൻ മാത്രമല്ല, ഇതിൽ ഒരുപാട് സമയം ചേർക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചുള്ള അടിപൊളി ഒരു ഫേസ് പാക്കാണ് ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കണം നോക്കിയാലോ. അപ്പോൾ അതിന് മുന്നേ അതിൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കട്ടെ. കണ്ട് നമുക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാൽ. ഈ ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് കുറച്ച് കടലമാവ് ആവശ്യമുണ്ട് കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കടലമാവ് ഒരു പാത്രത്തിൽ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ വേണ്ടത് തൈരാണ്. നല്ല കട്ട തൈരായിട്ട് എടുത്തേക്കണത്. തൈര് എടുത്തിട്ടുണ്ട്. തൈര് കടലമാവിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഈ ഒരു വലിയ സ്പൂൺ അളവിലാണ് കടലമാവ് തൈര് എടുത്തേക്കണത്. കടലമാവ് ഒരു 2 സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. തൈരും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ട സാധനം ഗ്ലിസറിനാണ്. കുറച്ച് ഗ്ലിസറിൻ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്ര മതി. പിന്നെ വേണ്ടത് ഒരു നുള്ള് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമുക്കതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. ഒരു നുള്ള മഞ്ഞൾപ്പൊടി, തൈര്, കടലമാവ്, ഗ്ലിസറിൻ ഇത്ര എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സാധനം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി വേണ്ടത് തേനാണ്. കുറച്ച് തേനും കൂടി ഒന്ന് ഒഴിച്ചെടുക്കാം. തേൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാട്ടോ. ചെറുനാരങ്ങയുടെ നീര് ഇതാ അരമുറി എടുത്തിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, ഒരു പകുതി മതിയേ. ഇത്രയും മതി കേട്ടോ. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കടലമാവ് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്തെങ്കിലും കുറവ് തോന്നുവാണെങ്കിൽ കുറച്ച് തൈരങ്ങ് ചേർത്ത് കൊടുക്കാവേ. ഇച്ചിരങ്ങാതൊക്കെ ഇത്രയും കട്ടിയായിട്ടുണ്ട്, പക്ഷെ ഞാൻ തൈര് ഒഴിക്കണില്ല. ഞാൻ തേൻ ചേർക്കുന്നുള്ളൂ. തേൻ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ നന്നായിട്ട് നല്ല ക്രീം പരുവത്തിൽ നമ്മുടെ പാക്ക് കിട്ടും കേട്ടോ. മഞ്ഞൾപ്പൊടി ഞാൻ ഒരു നുള്ള ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ട് ലൈറ്റായിട്ടൊരു മഞ്ഞ കളറേ ഉള്ളൂ കേട്ടോ. പിന്നെ കടലമാവിന് ഒരു ചെറിയൊരു മഞ്ഞ കളറൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മുടെ പാക്ക് ഇവിടെ ഇതാ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ മുഖത്ത് തേച്ച് കൊടുക്കേണ്ടത്. അതിനു മുന്നേ നമുക്ക് ഒരു സ്റ്റെപ്പും കൂടി ഒന്ന് മുഖത്തൊന്ന് ഒരു സംഭവം ഒന്ന് തേച്ചെടുക്കാണ്ട് കേട്ടോ. ഇത് നമുക്ക് റെസ്റ്റിന് വയ്ക്കാം. ഒരു 5 മിനിറ്റ് നിന്നാലൊന്നും കുഴപ്പമൊന്നുമില്ല. അപ്പോഴത്തേക്ക് ഞാനൊന്ന് കൈ നല്ല വൃത്തി കഴുകിയിട്ട് വരാം. പിന്നെ ഒരു സാധനം നമ്മുടെ മുഖത്തങ്ങ് തേച്ച് കൊടുക്കാണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചെടുത്താം. കൈയൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഇനി മുഖത്തൊരു സംഭവം തേച്ചെടുക്കാണ്ട്, അതാണ് ഫ്ലാക്സ് സീഡ് ജെല്ലാട്ടോ. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ചേക്കുന്നതാണ്. അപ്പോൾ അതിൽ ഞാൻ 1 സ്പൂൺ എടുത്തു വന്നിട്ടുണ്ട്. നമ്മുടെ മുഖത്തങ്ങ് തേച്ചെടുക്കാം കേട്ടോ. ഇപ്പം ഇത് ആദ്യം ചെയ്യണം. ഇത് മുഖത്ത് തേച്ച് പിടിപ്പിച്ച് ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ പാക്ക് മുഖത്തങ്ങ് തേച്ച് കൊടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും അരിച്ചെടുക്കണില്ല. പിന്നെ ഇത് വിത്തോടെ തന്നെ നമ്മൾ മുഖത്തങ്ങ് തേക്കുന്നുണ്ട്. മുഖത്തങ്ങനെ പോറലൊന്നും വരില്ല കേട്ടോ. നല്ല സോഫ്റ്റായുള്ള കുഞ്ഞു കുരുവാണ്. ഇതിങ്ങനെ ഇതുപോലെ ഒന്ന്
തേച്ച് കൊടുത്താൽ മതി കേട്ടോ. നമുക്ക് നല്ല ഗ്ലാസ് സ്കിൻ പോലെയാകും. അത് മാത്രമല്ല, നെറ്റിയിൽ കാണുന്ന കുഞ്ഞു ചുളിവുകളില്ലേ, ആ ചുളിവുകളൊക്കെ കുറയ്ക്കാൻ ഈ ഫ്ലാക്സീഡ് അടിപൊളിയാണ് കേട്ടോ. എനിക്കിത് കഴുത്തിലൊക്കെ തേച്ച് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിത് മുഖത്ത് മാത്രമേ തേക്കുന്നു കേട്ടോ, ഫേസ് പാക്ക്. അതുകൊണ്ട് ഞാൻ കഴുത്തിൽ തേക്കണില്ലേ. ഇത് ഡ്രൈ ആകുമ്പോൾ നമുക്ക് ഇതിന് മുകളിൽ തന്നെ നമ്മുടെ പാക്കും കൂടെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. ഒരുപാട് ഡ്രൈ ആവണ്ട, ചെറുതായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. കണ്ണിൻ്റെ അകത്ത് പോകാതെ നോക്കണേ. ചെറുതായിട്ടൊന്ന് ഡ്രൈ ആവട്ടെ, ഇത് നമുക്ക് തേച്ചെടുക്കാം. ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് മുഖത്ത് ഈ പാക്കൊന്ന് മുകളിൽ കൂടെ ഒന്ന് തേച്ചെടുക്കാം കേട്ടോ. ഇച്ചിരി കട്ടിലങ്ങ് തേച്ച് കൊടുക്കാവേ. ചെറുനാരങ്ങയുടെ കുരുവൊക്കെ ഇതിനകത്തുണ്ട്. നിങ്ങളതൊക്കെ എടുക്കുമ്പോൾ അരിച്ചെടുത്തോളൂ കേട്ടോ. കണ്ണിൻ്റെ സൈഡിൽ തേച്ച് കൊടുക്കണില്ല. അപ്പോൾ കണ്ണിൻ്റെ അകത്ത് പോകാതെ ശ്രദ്ധിക്കണേ. നല്ല നീറ്റിലും പുകച്ചിലൊക്കെ വരും കേട്ടോ. കാരണം ഇതിൽ ചെറുനാരങ്ങയുടെ നീര് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു പാക്ക് ഒരു 15-20 മിനിറ്റൊക്കെ ആകുമ്പോഴത്തേക്കും ഡ്രൈ ആവാൻ നേരം നമുക്ക് കഴുകി കളയാം കേട്ടോ. ചെറിയ രീതിയിൽ മസാജും കൂടെ ചെയ്യാൻ മറക്കല്ലേ. ഇങ്ങനെ ഒന്ന് മസാജ് അങ്ങ് ചെയ്ത് നമ്മുടെ മുഖത്തങ്ങ് തേച്ച് പിടിക്കണം കേട്ടോ. 2-3 മിനിറ്റ് ഇതോടെ മസാജ് ചെയ്തോളൂ. ഈ ഡ്രൈ ആവട്ടെ, ഡ്രൈ ആവാൻ നമുക്ക് കഴുകണം. ഞാനിത് മുഖമൊക്കെ നല്ല വൃത്തിയിൽ കഴുകിയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല വ്യത്യാസം അറിയാൻ പറ്റുന്നുണ്ട്. സ്കിന്ന് നല്ല ബ്രൈറ്റ് ആയിട്ടുണ്ട്, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. മുഖത്ത് പാടുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ലവണ്ണം കുറയും. എല്ലാവർക്കും പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത്. എൻ്റെ സ്കിന്ന് ഓയിലി സ്കിന്നാണ്. എനിക്ക് നന്നായിട്ട് അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും അതുപോലെ തന്നെ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഡ്രൈ സ്കിൻ ആരൊക്കെയാണെങ്കിൽ ഇച്ചിരി കൂടുതൽ തൈര് എടുത്താൽ മതി. ചെറുനാരങ്ങയുടെ നീര് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വലിയ മഴ വരാൻ പോവാണേ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.